കറണ്ട് അഫയേഴ്സ് ചോദ്യോത്തരങ്ങൾ 2017 ഫെബ്രുവരി 22 മുതൽ 28 വരെ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പുതിയ കോർപ്പറേറ്റ് വെബ്സൈറ്റ് bank.sbi. അടുത്തിടെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഗോവയിൽ കമ്മീഷൻ ചെയ്ത കപ്പൽ ഷൗനക്. അമേരിക്കയുടെ പുതിയ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായി നിയമിതനാകുന്നത് ലഫ്റ്റനന്റ് ജനറൽ ഹെർബർട്ട് റേമണ്ട് മെക്മാസ്റ്റർ. 2017 ആപ്പിൾ വർഷമായി ആചരിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ജമ്മു കാശ്മീർ. ഇന്ത്യയിൽ സൈബർ സുരക്ഷ മെച്ചപ്പെടുത്തുന്നതിനു വേണ്ടി കേന്ദ്ര സർക്കാർ ന്യൂഡൽഹിയിൽ ആരംഭിച്ച സ്ഥാപനം സൈബർ സ്വച്ഛതാ കേന്ദ്ര. 13ാമത് അഗ്രികൾച്ചറൽ സയൻസ് കോൺഗ്രസിന്റെ വേദി ബംഗളൂരു. സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കണക്ക് അനുസരിച്ച് 2012-16 കാലയളവിൽ ആയുധ ഇറക്കുമതിയിൽ 1ാം സ്ഥാനത്തുള്ള രാജ്യം ഇന്ത്യ. ലോക ഗോൾഫ് റാങ്കിങ്ങിൽ 1ാമതെത്തിയ താരം ഡസ്റ്റിൻ ജോൺസൺ, അമേരിക്ക. അടുത്തിടെ അന്തരിച്ച പ്രശസ്ത ഹിന്ദി നോവലിസ്റ്റ് വേദ് പ്രകാശ് ശർമ്മ. കാവേരി നദീജല തർക്ക പരിഹാര ട്രിബ്യൂണൽ ചെയർമാനായി നിയമിതനായ സുപ്രീം കോടതി ജഡ്ജി അഭയ് മനോഹർ സാപ്രെ. ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള കുട്ടികളെ സൈനിക് സ്കൂൾ പ്രവേശന പരീക്ഷയ്ക്ക് തയ്യാറാക്കുന്ന പദ്ധതി പ്രോജക്ട് ഷൈൻ. കഴക്കൂട്ടം സൈനിക് സ്കൂളിലെ 1991 ബാച്ചിന്റെ കൂട്ടായ്മ. അടുത്തിടെ പശ്ചിമഘട്ടത്തിലെ അഗസ്ത്യമലയിൽ നിന്നും ഗവേഷകർ കണ്ടെത്തിയ ചെറിയ ഇനം തവള നൈറ്റ് ഫ്രോഗ്. അസർബൈജാന്റെ ആദ്യ വൈസ് പ്രസിഡന്റായി നിയമിതയായ വനിത മെഹ്റിബൻ അലിയേവ. കമ്പൈൻഡ് വേൾഡ് കപ്പ് ഫോർ ഷൂട്ടിംഗ് 2019 വേദിയാകുന്ന രാജ്യം ഇന്ത്യ. ഇന്ത്യയിലെ ആദ്യത്തെ ഡെഡിക്കേറ്റഡ് ഹെലിപോർട്ട് ആരംഭിക്കുന്നത് ന്യൂഡൽഹി. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് അഴിമതി വിരുദ്ധ ട്രെയിനിംഗ് നൽകാൻ തീരുമാനിച്ച ആദ്യ സംസ്ഥാനം കേരളം. ഇന്ത്യൻ റെയിൽവേയുടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനായി ഇന്ത്യയുമായി കരാറിൽ ഏർപ്പെട്ട രാജ്യം ജപ്പാൻ. ഇന്ത്യൻ റെയിൽവേ സാധാരണ ജനങ്ങൾക്ക് വേണ്ടി ആരംഭിച്ച സമ്പൂർണ്ണ അൺറിസർവ്ഡ് ട്രെയിൻ അന്ത്യോദയ എക്സ്പ്രസ്. കേന്ദ്ര സർക്കാരിന്റെ സഹായത്തോടുകൂടി കേരളത്തിൽ അന്താരാഷ്ട്ര ആയുർവേദ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് നിലവിൽ വരുന്ന ജില്ല കണ്ണൂർ. ഇന്ത്യയിൽ ആദ്യമായി ലൈംഗിക കുറ്റവാളികളുടെ രജിസ്റ്റർ പ്രസിദ്ധീകരിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം കേരളം. നാസയിലെ ഗവേഷകർ സൗരയൂഥത്തിനു പുറത്ത് കണ്ടെത്തിയ 7 ഗ്രഹങ്ങൾ അടങ്ങിയ മറ്റൊരു സൗരയൂഥം ട്രാപ്പിസ്റ്റ് 1. ഇന്ത്യയുടെ നേതൃത്വത്തിൽ അരുൺ 3 എന്ന ജലവൈദ്യുത പദ്ധതി ആരംഭിക്കുന്ന രാജ്യം നേപ്പാൾ. രാജ്യമൊട്ടാകെയുള്ള ഭീകരവാദികളെ ഇല്ലാതാക്കുന്നതിനു വേണ്ടി പാകിസ്ഥാൻ ആരംഭിച്ച മിലിറ്ററി ഓപ്പറേഷൻ റാദ് ഉൾ ഫസാദ്. വിശാഖപട്ടണത്തെ ഇന്ത്യയിൽ ആദ്യത്തെ ലെസ് ക്യാഷ് സിറ്റി ആക്കുന്നതിന് ആന്ധ്രാപ്രദേശ് സർക്കാരുമായി ധാരണയിലേർപ്പെട്ട ഫിനാൻഷ്യൽ സർവീസസ് കമ്പനി വിസ. ലോകത്തിൽ ആദ്യമായി ക്ലൗഡ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ലൈവ് ആപ്ലിക്കേഷനുകൾ ട്രാൻസ്ഫർ ചെയ്യാനായി ആന്ധ്രാപ്രദേശ് സർക്കാരുമായി ധാരണയിൽ ഏർപ്പെട്ട IT കമ്പനി മൈക്രോസോഫ്റ്റ് അഷ്വർ സ്റ്റാക്ക്. അടുത്തിടെ അന്തരിച്ച എക്കണോമിക്സിൽ നൊബേൽ സമ്മാനത്തിന് അർഹനായ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി കെന്നത്ത് ജെ ആരോ. 2017 ഷൂട്ടിംഗ് ലോകകപ്പിൽ വനിതകളുടെ 10 മീറ്റർ എയർ റൈഫിളിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ താരം പൂജ ഖട്കർ. ഇന്ത്യയുമായി ചേർന്ന്
മീഡിയം റേഞ്ച് സർഫസ് ടു എയർ മിസൈൽ വികസിപ്പിക്കാൻ തീരുമാനിച്ച രാജ്യം ഇസ്രായേൽ. അടുത്തിടെ സ്വച്ഛ് ഭാരത് മിഷന്റെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതയായത് ശിൽപ ഷെട്ടി. ആദ്യ ഗ്രാമീൺ ഖേൽ മഹോത്സവിന്റെ വേദി ന്യൂഡൽഹി. അടുത്തിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രകാശനം ചെയ്ത ജുഡീഷ്യൽ റിഫോംസ് റീസെന്റ് ഗ്ലോബൽ ട്രെൻഡ്സ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ദൽവീർ ഭണ്ഡാരി. സിവിൽ വ്യോമയാന മേഖലയിലെ സഹകരണത്തിന് ഇന്ത്യയുമായി ധാരണയിൽ ഏർപ്പെട്ട രാജ്യം ഓസ്ട്രേലിയ. അടുത്തിടെ കോയമ്പത്തൂരിലെ ഇഷ യോഗ സെന്ററിൽ ശിവന്റെ 112 അടി ഉയരമുള്ള ലോഹപ്രതിമ അനാച്ഛാദനം ചെയ്തത് നരേന്ദ്രമോദി. സൊമാലിയയുടെ പുതിയ പ്രധാനമന്ത്രി ഹസൻ അലി ഖേർ. സ്കോട്ട്ലൻഡ് യാർഡിന്റെ ആദ്യ വനിതാ കമ്മീഷണർ ക്രസീഡ ഡിക്ക്. ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും വേഗത്തിൽ 9,000 റൺസ് തികയ്ക്കുന്ന ബാറ്റ്സ്മാൻ എന്ന റെക്കോർഡ് നേടിയത് AB ഡിവില്ലിയേഴ്സ്, ദക്ഷിണാഫ്രിക്ക. അടുത്തിടെ ഇന്ത്യയിൽ ആദ്യത്തെ മലയോര സൈക്കിൾ പാത ഉദ്ഘാടനം ചെയ്ത സ്ഥലം ഡാർജിലിംഗ്. 2018 ഇന്ത്യയിലെ എല്ലാ ഗ്രാമങ്ങളിലും ഹൈസ്പീഡ് ബ്രോഡ്ബാൻഡ് കണക്ഷൻ ലഭ്യമാക്കുന്നത് ലക്ഷ്യമിട്ട് ആരംഭിക്കുന്ന പദ്ധതി യൂണിവേഴ്സൽ സർവീസസ് ഒബ്ലിഗേഷൻ ഫണ്ട്. ന്യൂ വേൾഡ് ഹെൽത്ത് റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും ധനിക നഗരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് മുംബൈ. ചെന്നൈ വിശാഖപട്ടണം വ്യാവസായിക ഇടനാഴി പദ്ധതിക്ക് സഹായം നൽകുന്ന സ്ഥാപനം ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക്. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതിയുടെ ഭാഗമായി സെക്സ് റേഷ്യോ മോണിറ്ററിംഗ് ഡാഷ്ബോർഡ് ആരംഭിച്ച സംസ്ഥാനം ഹരിയാന. ഗ്രാമപ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്ക് അടിയന്തര സഹായം ലഭ്യമാക്കാൻ റാഹത്ത് പദ്ധതി ആരംഭിച്ച സംസ്ഥാനം രാജസ്ഥാൻ. 2017 ഹോക്കി ഇന്ത്യ ലീഗ് ജേതാക്കൾ കലിംഗ ലാൻസേഴ്സ്. സിനിമാ മേഖലയിലൂടെ ഇന്ത്യയുമായുള്ള സഹകരണത്തിന് കരാറിൽ ഏർപ്പെട്ട രാജ്യം ഉക്രൈൻ. മനുഷ്യനേക്കാൾ മികച്ച രീതിയിൽ ടേബിൾ ടെന്നീസ് കളിച്ച് ഗിന്നസ് ബുക്കിൽ ഇടം നേടിയ ലോകത്തിലെ ആദ്യ റോബോട്ട് ഫോർപിയസ്. ലോകത്തിലെ ആദ്യ 5G സ്മാർട്ട് ഫോൺ ആരംഭിക്കുന്ന കമ്പനി ZTE, ചൈനീസ് കമ്പനി. ബ്രാൻഡ് ഫിനാൻസിന്റെ കണക്ക് പ്രകാരം IT മേഖലയിലെ ഏറ്റവും മികച്ച ബ്രാൻഡുകളിൽ ഒന്നായി തിരഞ്ഞെടുക്കപ്പെട്ട കമ്പനി TCS. വനിതകളുടെ ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ താരം ഹരിക ദ്രോണാവല്ലി. ചലച്ചിത്ര ഫിലിം സൊസൈറ്റി മികച്ച നവാഗത സംവിധായകന് നൽകുന്ന 26ാമത് അരവിന്ദൻ പുരസ്കാരത്തിന് അർഹനായത് ഹവോബാം പവൻകുമാർ, മണിപ്പൂരി സംവിധായകൻ. If you like our videos, please subscribe to our channel and don't forget to hit the like button below. For more question and answers, visit our website www.keralapscgk.com.